ആൾക്കാരിലായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ഒരുപാട് പേർക്കുള്ള ചോദ്യം ഉണ്ടായിരുന്നു. എല്ലാവരും ഞാൻ തെറ്റ് ചെയ്ത് എന്നുള്ളൊരു കണ്ണിലായിരുന്നു കണ്ടിരുന്നത്. പിന്നെ ആകെ എൻ്റെ ഫാമിലി എൻ്റെ സപ്പോർട്ടിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ എനിക്ക് എൻ്റെ നിരവധിത്വം തെളിയിക്കണമെന്ന് നിയമ പോരാട്ടം നടത്തി ഇതിന് എനിക്ക് കോടതി ഇതിനായിട്ട് നല്ലൊരു പോസിറ്റീവ് ആൻസർ തന്നെയാണ് തന്നത്. അതായത് 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ഒന്നാം പ്രതി എന്നുള്ള രീതിയിലാണ് അന്ന് മാധ്യമങ്ങൾ അപ്പോൾ പോലും നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചില്ലേ? ഇല്ല, ഒന്നിനും എനിക്ക് നേരെ അവിടെ ഇന്റർപോൾ ചെയ്തു, നേരെ അവിടെ ജയിലിലാക്കി. അവിടെ ഏകദേശം 40 ദിവസത്തോളം അവിടെ ജയിലിൽ കിടന്നു. അതിനുശേഷം ഇവിടുന്ന് പള്ളിക്കൽ സ്റ്റേഷനിൽ നിന്ന് നേരെ പോലീസുകാർ ഉദ്യോഗസ്ഥർ അവിടെ അബുദാബിയിൽ വന്നാണ് ഇന്റർപോൾ എന്നെ കൈമാറിയത്. അവിടെ വന്ന് നേരെ ഇവിടെ വന്ന് ഇവിടുന്ന് നേരെ എന്നെ എല്ലാ ചാനലുകളുടെയും ക്യാമറകളുടെ മുമ്പിലും ഒരു പ്രതിയായി സത്യം. പിന്നെ ഇവിടെ വന്ന് ജയിലിൽ ഇവിടെ ഏകദേശം 42 ദിവസത്തോളം ഇവിടെ കിടന്നതിന് ശേഷമാണ് എനിക്ക് ജാമ്യം അനുവദിച്ചത്. ഇത് 2018-19 കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു കേസാണ്. ഈ ഒരു ചെറുപ്പക്കാരന്റെ നേരെ സ്വന്തം മാമന്റെ മകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ മാമനും അതുപോലെ തന്നെ ഈ അനന്തരവനായിട്ടുള്ള ഈ ചെറുപ്പക്കാരന് നേരെ ഈ മാമി ആയിട്ടുള്ള ഒരു വ്യക്തി കൊണ്ടുപോയി കേസ് കൊടുക്കുകയാണ്. സ്വന്തം മകളെ ഈ പറഞ്ഞ അച്ഛനും പിന്നെ അനന്തരവനും കൂടിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അതൊരു കള്ളക്കേസാണ് കൊടുത്തത്. 7 വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ അത് നിരപരാധിത്വമൊക്കെ തെളിഞ്ഞ് ആ പയ്യൻ കുറ്റക്കാരനല്ല എന്നൊക്കെ അറിയുകയൊക്കെ ചെയ്തു. പക്ഷെ അന്ന് ആ ഒരു സമയത്ത് ഈ ഒരു ചെറുപ്പക്കാരനെ വെച്ചിട്ട് നന്നായിട്ട് മീഡിയ ആഘോഷിച്ചൊരു കാര്യമാണ്. പോസ്കോ വകുപ്പ് പ്രകാരം കേസും ഒക്കെ ഉണ്ടായി. ഇത്രയും വർഷം കേസ് നടത്തിക്കൊണ്ട് പോകേണ്ടി വന്നു. ഏകദേശം 7 വർഷത്തോളം ആ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം വഴിമുട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇപ്പോഴെന്തുകൊണ്ടാണ് മീഡിയ ഈ ഒരു നിരപരാധിത്വം തെളിഞ്ഞപ്പോൾ അതിന് സപ്പോർട്ടീവായിട്ട് ഒരു ന്യൂസ് പോലും ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ഈ ഒരു ആഘോഷമൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. ഇങ്ങനെ കുറെ കള്ളക്കേസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും അവർ ആ ഒരു സ്ത്രീയുടെ പേര്, ആ കേസ് ആരാണ് കൊടുത്തത്, അതല്ലെങ്കിൽ ആ കള്ളക്കേസ് കൊടുത്ത ആരാണ് എന്നുള്ള ഒരു പേര് പോലും എവിടെയും കാണുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് നേരെ ഒരു നടപടി എടുക്കുന്നതായിട്ട് ഒരിടത്തും കാണുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യാത്തത്? നിയമം ഒരു റോബോട്ട് പോലെ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. കുറച്ചൊക്കെ മനുഷ്യന്മാരെ മനസ്സിലാക്കണം. ഇപ്പൊ ഇതൊരു കള്ളക്കേസാണെന്ന് ഇത്രയും വഴുകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. 7 വർഷത്തോളം ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇതൊരു കള്ളക്കേസാണെന്ന് തെളിയിക്കാൻ ഇത്രയും വർഷം പോയപ്പോൾ കള്ളമാണോ സത്യമാണോ എന്ന് അറിയാണ്ട് ആ ഒരു ചെറുപ്പക്കാരൻ സമൂഹത്തിന് മുമ്പിൽ എന്തുമാത്രം അടിച്ചമർത്തലുകൾ നടന്നിട്ടുണ്ടാവും. അപ്പൊ ഇതിനൊക്കെ എന്ത് ഉത്തരവാദിത്തമാണ് ചെയ്യുന്നത്? അപ്പൊ ഇത്രയും കള്ളക്കേസൊക്കെ കൊടുത്ത് പേര് പോലും വ്യക്തമാക്കാത്ത ആ ഒരു സ്ത്രീക്ക് എന്ത് നടപടിയാണ് ഇനി മേലെ അവർക്ക് ഉണ്ടാവുക? അവരിപ്പോഴും പേര് പോലും ആരും അറിയാണ്ട് സമൂഹത്തിൽ ഒളിച്ചു താമസിക്കലായിരിക്കും. ഇനിയും ഇവര് മറ്റൊരാൾക്ക് നേരെ ഇത് തന്നെ ചെയ്യില്ലെന്ന് എന്ത് ഉറപ്പാണുള്ളത്? ഇങ്ങനെയൊക്കെ കള്ളക്കേസ് കൊടുക്കുന്ന, അതല്ലെങ്കിൽ നിയമത്തെ വെറും മണ്ടന്മാരാക്കുന്ന ആൾക്കാർക്ക് എതിരെ കേസ് വരണം. ഇതിപ്പോൾ ഒരു കള്ളക്കേസാണെന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് നേരെ നടപടി ഉണ്ടാവണം. അങ്ങനെയാകുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെയുള്ളവർ ഒന്ന് ഒതുങ്ങും. അതല്ലെങ്കിൽ ഈ കുട്ടികളുള്ളവർ, അതല്ലെങ്കിൽ പ്രായമായിട്ടുള്ള മാതാപിതാക്കളുള്ളവരൊക്കെ ഇങ്ങനെ നിരപരാധികൾക്ക് നേരെ കള്ളക്കേസ് കൊടുക്കുന്നത് തുടർ സംഭവമായിട്ട് നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. മാധ്യമങ്ങൾ അതെടുത്തെടുത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കും, അവർ തുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കും. നിരപരാധികളാണ് ഇതിനകത്ത് ഇരയാക്കപ്പെടുന്നത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ.